അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളത് ഇപ്പം ജനങ്ങൾ മുഖവിലക്കെടുക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഉദ്യോഗാർത്ഥികൾ പറയുന്നതാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. ഇപ്പോൾ DYFI ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം നടപ്പിലാക്കും എന്ന് പറഞ്ഞ ആ വാക്ക്, നിങ്ങൾ വാക്കിനെക്കുറിച്ച് വലിയ നിലയിൽ പറയുന്ന ആളാണല്ലോ, അപ്പോൾ ആ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ HTV വേക്കൻസി, സാധാരണ നിലയിൽ HTV വേക്കൻസിയിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ അതത് മാനേജർമാർ നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ HTV വേക്കൻസിയിൽ ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ സർക്കാരിന് പ്രത്യേകിച്ച് അധികം ആലോചിക്കേണ്ട കാര്യമില്ല. അത് അനുകൂലമായിട്ടുള്ള നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, എയ്ഡഡ് സ്കൂളുകളിൽ ഇപ്പോൾ 1:1 എന്നാണ് അനുപാതത്തിൻ്റെ നിരക്ക്. അപ്പോൾ ഒരു ഒഴിവിൽ ആദ്യമുണ്ടാവുന്ന ഒഴിവ് സർക്കാരിന് കൊടുക്കുകയും രണ്ടാമതുണ്ടാവുന്ന ഒഴിവിൽ മാത്രമേ എയ്ഡഡ് സ്കൂൾ മാനേജർമാർക്ക് നിയമനം നടത്താൻ വേണ്ടി കഴിയൂ. അപ്പോൾ 1:1 എന്ന് പറയുന്ന അനുപാതം, അപ്പോൾ ഒരു സീറ്റ് അധികം വരുന്ന സീറ്റിൽ സർക്കാരിൻ്റെ കയ്യിൽ എയ്ഡഡ് സ്കൂൾ മാനേജർമാർ അവർക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് ഈ ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിൽ സർക്കാരിന് ഒരു തടസ്സവുമില്ല. അപ്പോൾ ധാരാളം ഒഴിവുകൾ 1:1 പ്രകാരം ഇപ്പോൾ നിലവിലുണ്ട്. അവിടെയും സ്കൂൾ മാനേജർമാർ 1:1 വരുന്ന സർക്കാരിൽ കൊടുത്ത ഒഴിവിലേക്കും അവിടെ നിയമനം നടത്തുന്നത് മാനേജർമാർ തന്നെയാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം 1:1 എന്നുള്ള അനുപാതത്തിൽ സർക്കാരിന് വിട്ടുകൊടുത്ത ആ സീറ്റിലേക്ക് PSC ലിസ്റ്റിൽ നിന്നും ആളുകളെ നിയമിക്കണം എന്നുള്ളതാണ്. അതും സർക്കാരിന് നിയമിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഗവൺമെൻറ് ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച് ഉന്നയിക്കപ്പെട്ട മറ്റ് വിഷയങ്ങളിൽ ഇവരെ കൂടി കേട്ട് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അടിയന്തര ഇടപെടൽ നടത്തണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. വളർമതിയുടെ നിരാഹാരം 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് 10ലധികം ഉദ്യോഗാർത്ഥികൾ കൂട്ട നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളുടെ ജീവന് വില കൽപ്പിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. DYFI ഈ മുദ്രാവാക്യം ഉന്നയിച്ച് സമരം നടത്തുന്ന, ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എല്ലാവിധത്തിലുള്ള അനുഭാവവും പ്രകടിപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തിരമായും ഈ സമരസമിതിയുമായിട്ട് നിങ്ങൾ ചർച്ച നടത്തണം. നേരത്തെ പറഞ്ഞ നിങ്ങളുടെ വാക്ക് പാലിക്കാൻ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തയ്യാറാവണം. ഈ ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ തെരുവിലിട്ട് കൊല്ലുന്ന നിലപാട് നിങ്ങൾ തിരുത്തണം എന്നാണ് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. അല്ല, സർക്കാർ പറയുന്നതിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ദിവസം പറയുന്നതല്ലോ ഒരു ദിവസം പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രി ഓരോ കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾ മാറ്റി മാറ്റി പറയും. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നുള്ളത് ഇപ്പം ജനങ്ങൾ മുഖവിലക്കെടുക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഉദ്യോഗാർത്ഥികൾ പറയുന്നതാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. ഇവർക്കിപ്പോൾ അങ്ങനെ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല, സർക്കാർ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രേഖയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സർക്കാരിന് പുറത്തുവിടാൻ കഴിയുന്നേ ഉള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം പതിവ് ശൈലിയിൽ തന്നെ ഈ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോടും നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ കാണാൻ വേണ്ടി കഴിയൂ. ഇനിയിപ്പോൾ 6 തവണ ചർച്ച നടത്തിയാൽ തന്നെ എന്താ, ഈ പ്രശ്നം അവസാനിച്ചില്ലെങ്കിൽ ചർച്ച തുടരണമല്ലോ. അപ്പോൾ അടിയന്തരമായും ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണം. ഇത് നിരാഹാര സമരമാണ്, ആളുകളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ഒരു സമരം. പ്രത്യേകിച്ച് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ കർക്കിടക മാസത്തിൽ നടത്തുക, ഈ കോരിച്ചെരിയുന്ന മഴയത്ത് ഇവിടെ വന്നിരിക്കേണ്ടി വരിക എന്നുള്ളത് ഭരണത്തിൻ്റെ തികഞ്ഞ പരാജയമാണ്. അപ്പോൾ എല്ലാ നിലയിലും ഈ ഗവൺമെൻറ് പൂർണ്ണ പരാജയമാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യപത്രമാണ് ഇവിടെ ഈ പെരും മഴയത്ത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അപ്പോൾ സർക്കാർ ഇടപെടണം.